ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെമ്മീനും മാങ്ങയും ചക്കക്കുരുവും മുരിങ്ങാക്കായും വെച്ചുള്ളൊരു നാടൻ കറിയായാലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടുക. ഇനി ഇതിലേക്ക് ചെമ്മീൻ വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ തന്നെയല്ല, ചക്കക്കുരുവും മുരിങ്ങാക്കായും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് അവിടെ കിടന്ന് നല്ലതുപോലെ വേവും. അപ്പോൾ ചക്കക്കുരു ഞാനിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ചുമന്ന തൊണ്ടൊക്കെ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു പിടുത്തം ചക്കക്കുരുവാണ് എടുത്തിരിക്കണേ. ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുകി അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഒരു പിടുത്തം ചക്കക്കുരുവാണ് ഉണ്ടോ ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മുരിങ്ങാക്കായ് ഒരു 3-4 മുരിങ്ങാക്കായും കൂടി എടുത്തിട്ടുണ്ട്. അതും മുറിച്ച് വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരല്പം ഉപ്പും കൂടി ഇട്ട് നമുക്ക് അടപ്പത്ത് വെക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഇവിടെ ആവശ്യത്തിന് ഉപ്പിടാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കണേ. കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ പൊടി ഉപ്പിനെക്കാളും ഉപ്പ് കൂടുതലായിരിക്കും കല്ലുപ്പിന്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയവും കൊണ്ട് തേങ്ങ അരച്ചെടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി, അല്ലെങ്കിൽ അരയാതെ ഇങ്ങനെ കിടക്കും. കുറച്ചൊഴിച്ചാൽ മതി വെള്ളം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോ ഇല്ലേ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം മുരിങ്ങാക്കായൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചക്കക്കുരു മുരിങ്ങാക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടിട്ട് അതിലേക്ക് 2 പൂള് മാങ്ങ, ഒരു മാങ്ങയുടെ പകുതി മാങ്ങ എടുത്തിട്ടുള്ളൂ, അതും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്, കാന്താരി മുളക്. അപ്പോൾ എരിവ് വേണ്ടവർക്ക് ആ മുളക് കഴിക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. മാങ്ങ പെട്ടെന്ന് വേകുമല്ലോ. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇനി ഒന്ന് മൂടിയിരിക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്, നല്ലപോലെ തിളച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത്. നല്ലപോലെ വെന്തിട്ടുണ്ട് ചക്കക്കുരു. ഇനി നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. പിന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല കുറുകിയിരിക്കുന്നതാണ് നല്ലത്. വെള്ളമൊക്കെ പാകമാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചും കൂടെ ഒഴിക്കണേ. എന്ത് നാടൻ കറി വെക്കുമ്പോഴും ഒന്ന് താളിച്ചൊഴിക്കണതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. ഇനി ഞാനിവിടെ ഒരു 2-3 ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം.
കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ ആ കടുകിൽ കടിക്കുമ്പോൾ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ മൂക്കട്ടെ. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ഉണ്ടെങ്കിൽ 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കണേ. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് മഞ്ഞ നിറമല്ലേ, അപ്പോൾ ഒരു ചുമന്ന നിറമൊക്കെ വരും. കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമേ. ഭംഗിയുള്ളതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണേ. കുറച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യമേ നമ്മൾ ഇട്ട് കൊടുത്തതായിരുന്നല്ലോ മുളക് പൊടി, പിന്നെ കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് അനക്കി ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ ചട്ടിയിൽ പിടിച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ താങ്ക് യു.